ഒരേ രീതിയിൽ തോരൻ ഉണ്ടാക്കി മടുത്തെങ്കിൽ വരൂ നമുക്ക് ഇന്നൊരു മിക്സഡ് തോരൻ ഉണ്ടാക്കാം. അതിലേക്കായി നമുക്കൊരു ചെറിയ ബീറ്റ്റൂട്ട്, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു ചെറിയ സവോള, പിന്നെ നമുക്ക് നമ്മുടെ വൻപയറും കൂടെ വേണം. ആദ്യമേ തന്നെ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും സവാളയും കൂടെ നമുക്കൊന്ന് ചോപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം വൻപയർ നന്നായി ഒന്ന് കഴുകി കുക്കറിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പയർ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്കത് ഊറ്റിക്കളയാവുന്നതേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിക്കാം. പയർ വേവുന്ന സമയത്തിന് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന അരപ്പുണ്ടാക്കാം. അതിനായി ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കാം. അതിലേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വറുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളകും കൂടെ ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബീറ്റ്റൂട്ടിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടെ നന്നായി നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. എല്ലാം ഒന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെക്കണം. ഇനി കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അങ്ങനെ കണ്ടില്ലേ, നമ്മുടെ അരപ്പൊക്കെ ഒന്ന് വെന്ത് വെള്ളമെല്ലാം ഒന്ന് പറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്